കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും വന്ദനം. ഇമ്മാനുവേൽ പ്രേയർ മിഷന്റെ ഉറവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. കർത്താവിൽ പ്രിയരെ, നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് അവസരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ലോകപ്രകാരം നോക്കിയാൽ അനേക സംഭവങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അനീതികളും അക്രമങ്ങളും അസമാധാനങ്ങളാൽ മനുഷ്യൻ ഇന്ന് വ്യാകുലപ്പെടുകയാണ്. എന്ത് ചെയ്യണം എന്നറിയാൻ കഴിയാത്ത വിധത്തിൽ മനുഷ്യൻ ഇന്ന് ആശങ്കാജനകമായ അവസ്ഥയിലൂടെ കടന്നുപോകും. ഓരോ വിശ്വാസിയും ദൈവത്തിന്റെ വചനത്തിൽ അധിഷ്ഠിതമായി നിൽക്കണം എന്നാഗ്രഹിക്കുന്നു. ഓളവും തിരമാലകളും ആഞ്ഞടിക്കുന്ന വേളകളിൽ, പടകുകൾ ആടിയുലയുന്ന സന്ദർഭങ്ങളിൽ വീണുപോകരുത്, താണുപോകരുത് എന്നാഗ്രഹിച്ച് നല്ല ഒരു രക്ഷകനെ അമരത്തിരുത്തിക്കൊണ്ട് മനസ്സിന്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ തക്കവണ്ണം ഓരോ പ്രിയപ്പെട്ടവരെയും ദൈവം സഹായിക്കട്ടെ. കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായിട്ട് നമ്മൾ ചിന്തിച്ചതായിരിക്കുന്ന വിഷയങ്ങൾ 40-ാം സങ്കീർത്തനം 2-ാമത്തെ വാക്യത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ദാവീദ് പറഞ്ഞു, ഞാൻ കുഴഞ്ഞ ചേറ്റിൽ ആയിരിക്കുന്നു, ഞാൻ നിലവിളിച്ചു, യഹോവ നിലവിളി കേട്ടു. അവൻ എന്റെ കൈക്ക് പിടിച്ച് ഉറപ്പുള്ള പാറമേൽ നിർത്തി, എന്റെ നാവിൽ പുതിയ പാട്ട് തന്നു, എന്റെ ഗമനത്തെയും സ്ഥിരം ആക്കി. ജീവിതമാകുന്ന ഈ മരുഭൂപ്രയാണ യാത്രകളിൽ വിശ്വാസ പാതകളിലൂടെ സഞ്ചരിക്കുന്ന ഓരോ വിശ്വാസികളുടെയും ജീവിതത്തിൽ ഇതുപോലെയുള്ളതായിരിക്കുന്ന അനേക അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. വീണു പോകുന്ന അവസ്ഥയുണ്ടാകാം, താണുപോകുന്ന അവസ്ഥയുണ്ടാകാം. എന്നാൽ ഒരു വിശ്വാസിയെ, ദൈവവചനത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്കും തകർക്കുവാൻ കഴിയില്ല, അടച്ചിടുവാൻ കഴിയില്ല, പൂട്ടി ഇടുവാൻ കഴിയുകയില്ല. കാരണം ദൈവിക ദർശനമുള്ള ഒരു വ്യക്തിക്ക് ആ ദർശനത്തിൽ എത്തുവാൻ തക്കവണ്ണം ദൈവം കൈക്ക് പിടിച്ചിട്ടുണ്ട്, കരങ്ങളെ പിടിച്ചിട്ടുണ്ട്, ബലം നൽകുന്നുണ്ട്, ശക്തി പകരുന്നുണ്ട്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ നമ്മൾക്ക് പോരാട്ടങ്ങൾ ഉണ്ടാകും, പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകും. തളർത്തി കളയും വിധത്തിൽ, തകർത്ത് കളയും വിധത്തിൽ പോരാട്ടങ്ങളുടെ നടുവിൽ വിശ്വാസിയുടെ ശോധന ചെയ്യുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. തളരാതെ നിന്ന് പോരാടി വിജയത്തിന്റെ നല്ല അംശം പ്രാപിക്കുവാൻ പ്രിയപ്പെട്ടവരെ നിങ്ങളെ ദൈവം ശക്തീകരിക്കട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു നിർത്തതായിരിക്കുന്ന വിഷയം ദാനിയേലിന്റെ വിഷയമാണ്. ദാനിയേല് ഉത്കൃഷ്ട മനസ്സനും ആ രാജ്യത്തിൽ നല്ല പ്രാർത്ഥന അനുഭവമുള്ള വ്യക്തിയും, രാജാവിന് തന്നോട് പ്രിയം തോന്നിയതുകൊണ്ടും ഇഷ്ടമായതുകൊണ്ടും അവരുടെ എല്ലാം മേൽ വിചാരകനാക്കുവാൻ തീരുമാനിച്ചു. ആ തീരുമാനം കൂടെ ഉണ്ടായിരുന്ന ചില പ്രിയപ്പെട്ടവർക്ക് ഇഷ്ടമായില്ല. അതുകൊണ്ട് ആ കസേരയിൽ നിന്നും, ആ സ്ഥാനത്ത് നിന്നും, ആ പദവിയിൽ നിന്നും എടുത്ത് കളയുവാന്റെ കവണ്ണം ആ ചെറുപ്പക്കാർ രാജാവിന്റെ അടുക്കൽ ചില തന്ത്രങ്ങൾ പ്രയോഗിച്ചു. ആ തന്ത്രങ്ങളിൽ രാജാവ് വീഴുകയും അത് ദേശത്ത് വിളംബരം ചെയ്തതുകൊണ്ട് ദാനിയേൽ ഈ വാർത്തയറിഞ്ഞപ്പോൾ ദാനിയേൽ പതിവ് പോലെ യഹോവയുടെ സന്നിധിയിൽ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും പ്രാർത്ഥിച്ചു. യെരുശലേമിലേക്കുള്ള വാതിൽ തുറന്നിട്ടിട്ട് തന്റെ സങ്കടത്തിൽ ഇരുന്നു കൊണ്ട്, വേദനയിൽ ഇരുന്നു കൊണ്ട്, എനിക്കെതിരെ വന്ന ആരോപണങ്ങളുടെ കത്ത് ഞാൻ വായിച്ചു കേട്ടപ്പോൾ, എനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരെ കണ്ടപ്പോൾ, എന്റെ മേൽ ചാർത്തിയതായിരിക്കുന്ന തെറ്റുകുറ്റങ്ങളെ കണ്ടപ്പോൾ, ഞാൻ നിരപരാധിയാകുന്നു എന്ന ദൈവസന്നിധിയിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് താൻ അതിനെതിരെ പ്രതികരിക്കാതെ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കി. ഇതിൽ നിന്നും ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ അനുഭവമാക്കേണ്ട കാര്യങ്ങളാണ്. പ്രതികൂലങ്ങൾ ഉണ്ടാകാൻ പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാൻ ആഗ്രഹിക്കുന്നവരുണ്ട്.
നിങ്ങളുടെ ഉയർച്ചയെ തകർക്കുന്നവരുണ്ട്. നിങ്ങളുടെ പേരും പ്രശസ്തിയെയും തകർക്കുന്നവരുണ്ട്. കൂടെ ഇരിക്കുന്നവർ നിങ്ങൾക്ക് കെണിയായി മാറുമ്പോൾ നിങ്ങൾക്ക് വളരെ ഭാരമുണ്ടാകും, തളർച്ചയുണ്ടാകും. തളർന്നു പോകരുത്. അവരുടെ മുൻപിൽ ദൈവം ചില മേശകൾ ഒരുക്കും. അവരുടെ മുൻപിൽ ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യും. ദൈവം ചില പ്രവൃത്തികൾ വെളിപ്പെടുത്തും. അതുകൊണ്ട് നാം തളർന്നു പോകാതെ ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്കണം, ഉറപ്പായി നിൽക്കണം. ആ ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കുമ്പോൾ ഒരു വലിയ അനുഗ്രഹമായി മാറുവാനിടയായിട്ട്. ദാനിയേല് ഇത് കേട്ടപ്പോൾ ഭയപ്പെട്ടില്ല, നാടുവിട്ടോടിയില്ല, മറ്റാരോടും പരാതി പറയാൻ പോയില്ല, മറ്റാരുടെയും മുൻപിൽ തന്റെ സങ്കടം ബോധിപ്പിച്ചില്ല. തന്റെ സങ്കടം പറയേണ്ടവന്റെ മുൻപിൽ പറഞ്ഞു. 5-ാം സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, യഹോവേ, നിന്നോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുകയാണ്. ഹൃദയം നുറുങ്ങുന്നവർക്ക് ദൈവം സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്ന ദൈവമാണ്. തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തിന്റെ ഉറപ്പിനും ധൈര്യത്തിനും ദൈവികമായ സമാധാനത്തിന്റെ ശക്തി ഒരു അളവ് കൂടാതെ എന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, ഒരു വലിയ അനുഗ്രഹം കടന്നു വരുമ്പോൾ, ദൈവത്തിന്റെ ദാസന് പറയുവാൻ കഴിയും, എന്റെ ദൈവമോ അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്, എന്റെ ദൈവം അതിശയം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിന്റെ സന്നിധിയിൽ അത്ഭുതകരമായിരിക്കുന്ന ഒരു വിടുതല പ്രാപിക്കുവാൻ ഇടയായിത്തീരും. ദാനിയേൽ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട്, ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവത്തോട് അപേക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ദാനിയേലിന് അറിയാം, എനിക്കൊന്നും സംഭവിക്കത്തില്ല. ആ ദാനിയേൽ സിംഹക്കുഴിയിലേക്ക് വീഴുമ്പോൾ യഹോവയോട് പ്രാർത്ഥിച്ചു. 121-ാമത്തെ സങ്കീർത്തനം അത് നിഴലും പൊരുളുമായി നിൽക്കുകയാണ്. ഈ കുഴിയിലേക്ക് വീഴുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തും. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായമോ ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരും. യഹോവ തണലായിട്ട് വരും, യഹോവ രക്ഷകനായിട്ട് വരും, യഹോവ പരിപാലകനായിട്ട് വരും, യഹോവ കരുതുന്നവനായിട്ട് വരും. ഭയപ്പെട്ടില്ല. ആ സിംഹക്കുഴിയിലേക്ക് വീഴുന്ന സന്ദർഭത്തിൽ ഈ ദൈവത്തിന്റെ ദാസൻ ആ സിംഹങ്ങൾ നടുവിലേക്ക് വീഴുമ്പോൾ ആ സിംഹങ്ങൾ മൗനവ്രതത്തിലായിരുന്നു. അത് അവർക്ക് ഭക്ഷണം വേണ്ട, അവർക്ക് ദാഹമില്ല. അവരൊക്കെയും ആ കൂട്ടിനകത്ത് അവിടെ എവിടെയായി കിടന്ന് വിശ്രമിച്ചു. കുറേ സമയം കഴിഞ്ഞപ്പോൾ ഈ പ്രിയപ്പെട്ടവനും ക്ഷീണമായി അദ്ദേഹവും വിശ്രമിച്ചു. ഒരു രാത്രി മുഴുവനും ഇരുട്ടേറിയ മുറിക്കകത്ത് ഈ മൃഗങ്ങളുടെ നടുവിൽ തനിച്ചു കിടക്കുകയാണ്. ആ കിടപ്പിന്റെ അവസ്ഥ നാം ഒന്ന് ഇമാജിൻ ചെയ്താൽ, നാം ആ കൂട്ടിലേക്കൊന്ന് ഇറങ്ങിച്ചെന്നാൽ, അതേ അനുഭവങ്ങൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വന്നാൽ എപ്രകാരമായിരിക്കും അനുഭവിക്കുക? ആരും സഹായമില്ലാതെ, ആരും സംരക്ഷണമില്ലാതെ, ആരും ഒന്ന് വിളിക്കാനില്ലാതെ, ആരും കരുതുവാനില്ലാതെ ആ ദൈവത്തിന്റെ ദാസൻ കിടന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. യഹോവേ, താമസിക്കരുത്, വേഗം വരണമേ. അതെ, വേഗം വരുന്നവനായ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് താൻ ഉറക്കെ പ്രാർത്ഥിച്ചു. അന്ന് രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങി. അടുത്ത പ്രഭാതത്തിൽ രാജാവ് ഈ സിംഹഗുഹയുടെ വാതിക്കൽ വന്നിട്ട് ദാനിയേലിനെ വിളിക്കേണ്ട, ദാനിയേലേ, ദാനിയേലേ എന്ന് വിളിക്കുമ്പോൾ ദാനിയേൽ വിളിയേറ്റു. ദാനിയേൽ പറഞ്ഞു, സിംഹങ്ങൾ എനിക്ക് കേട് വരുത്തിയില്ല. ഞാൻ ദൈവസന്നിധിയിലും രാജാവിന്റെ സന്നിധിയിലും വിശ്വസ്തനായിരുന്നത് കൊണ്ട് ഈ സിംഹം എനിക്ക് കേട് വരുത്തിയില്ല. അതെ, നീ വിശ്വസ്തനാണെങ്കിൽ നീ നിൽക്കുന്ന സ്ഥലത്ത് ദൈവം ഇറങ്ങി വരും. നിന്റെ പരിചയായി, നിന്റെ പരിചയായിട്ട് ഇറങ്ങി വരും. ശത്രുവിനെ കാണിക്കുവാൻ, ദൈവം കൂടെയുണ്ടെന്ന് പറയുന്ന വാക്ക് കേൾക്കുവാൻ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയുവാൻ ഇറങ്ങി വരും. ദാനിയേലിനെ സ്വർഗത്തിലെ ദൈവം വിടുവിച്ചു. വാതിൽ തുറന്നു. ദാനിയേൽ പുറത്തു വന്നു.
ദാനിയേൽ മുട്ടുമേൽ നിന്നിട്ട് കരങ്ങൾ ഉയർത്തി ഇപ്രകാരം പ്രാർത്ഥിച്ചു, യഹോവേ, നീ എന്റെ സംഗീതമാണ്, നീ എന്റെ കോട്ടയാണ്, നീ തലമുറ തലമുറ ഞങ്ങളുടെ സംഗീതമായും ശാശ്വതമായും ഞങ്ങളുടെ പിതാക്കന്മാരോട് കൂടെ ഇരുന്ന ദൈവമാണ്. നീ എന്നോട് കൂടെ ഇരുന്നതിനായിട്ട് സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മെ തള്ളിയിടുന്ന കുഴികളുണ്ട്, തീച്ചുളകളുണ്ട്, പൊട്ടക്കിണറുകളുണ്ട്. തളർന്നു പോകരുത്. നമ്മുടെ ഉയർച്ചയെ കെടുത്തുവാനും പദവികളെ തകർക്കുവാനും നന്മയെ കെടുത്തുവാനും ആത്മീയവും ഭൗതികമായിരിക്കുന്ന മണ്ഡലങ്ങളെ കെട്ടിയടയ്ക്കുവാൻ ശത്രു കയറി വരും. തളർന്നു പോകരുത്. അതിജീവിക്കണം, പ്രാപിക്കണം, വിജയകരമായി അക്കരം ഉയർത്തിപ്പിടിക്കണം. ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി, കേൾക്കപ്പെട്ട വചനത്തിനായി, രോഗികളായി കിടക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സൗഖ്യം കൊടുക്കണമേ. ജന്മദിനവും വിവാഹ വാർഷികവും ആഘോഷിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. സ്വദേശത്തും വിദേശത്തുമായി, ഗൾഫ് മേഖലകളിലും യൂറോപ്പിലും അമേരിക്കൻ നാടുകളിലുമായിട്ട് ജോലി ചെയ്യുന്നവരുണ്ട്, ബിസിനസ് ചെയ്യുന്നവരുണ്ട്, പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരെല്ലാം ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധ മേഖലകളിൽ കുഞ്ഞുങ്ങളെയൊക്കെ അനുഗ്രഹിക്കണമേ. നന്മകളും അനുഗ്രഹങ്ങളും നിറയ്ക്കണമേ. മഹത്വം പങ്കെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വചനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിരിക്കുന്നുവെങ്കിൽ ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. ദൈവം ശക്തിയോടെ അനുഗ്രഹത്തോടെ